നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ. സമയം കളയണ്ട, നമുക്ക് ഓഫീസിലേക്ക് പോ. ഇതെന്റെ കണ്ടകത്തിൽ ശനിയുടെ തുടക്കമാണെന്ന് എനിക്ക് അറിയാം. എന്തെങ്കിലും ഒരു കേസിൽ എന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കി തരണേ ഭഗവാനെ. ആ കൊല്ലം ജില്ലയുടെ കളക്ടറായി വീണ്ടും ചാർജ് എടുക്കാൻ പോകുന്ന ശ്രീമതി സുന്ദരിക്ക് ഡയാനയുടെ ആശംസകൾ. ഒരു ചെമ്പനീർ പൂവ്. താങ്ക്സ് ഡയാന. യു ആർ വെൽക്കം ഓൾവേസ്. ഞാൻ സർവീസിലേക്ക് തിരിച്ചു കയറുന്ന ദിവസം തന്നെ ഡയാനെ ക്ഷണിച്ചു വരുത്തിയതാണ് എന്റെ ഗിഫ്റ്റായിട്ട്. ഓ, താങ്ക് യു ഫോർ യുവർ കൺസിഡറേഷൻ. അപ്പൊ എന്റെ ഈ രണ്ടാം വരവില് ഔദ്യോഗികമായ ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഡയാനയുമായിട്ട് ആയിക്കോട്ടെ, എന്തു പറയുന്നു? വിത്ത് പ്ലഷർ. Then please come, Diana. ഈ കസേരക്കരികിൽ ഇങ്ങനെ നിൽക്കുമ്പോ പണ്ട് ഡയാന പറഞ്ഞൊരു വാചകം ഓർമ്മ വരിക. പണ്ടെന്ന് പറഞ്ഞ വളരെ പണ്ടൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടുമുറ്റത്ത് വെച്ച് കസേര എന്നത് ഇനി ഒരു സ്വപ്നം മാത്രമായിരിക്കും എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ അതേ സുന്ദരി കളക്ടർ കസേരയ്ക്ക് അരികിലെത്തിയിരിക്കുന്നു. ഞാൻ ഇതേ കസേരയിൽ തന്നെ തിരികെ ഇരിക്കുന്നത് ഡയാനയുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയത്. ഇതാണ് സുന്ദരിയുടെ സ്വഭാവം. ആഗ്രഹിക്കുന്നത് നേടിയെടുത്തിരിക്കും, അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. പക്ഷെ നെറുകേട് കാണിക്കില്ല. എന്നെ ഈ കസേരയിലേക്ക് തിരികെ എത്തിക്കില്ലെന്ന് വെല്ലുവിളിച്ച ഡയാന കൺകുളിർക്ക് കണ്ടോളൂ സുന്ദരി കളക്ടർ കസേരയിലേക്ക് തിരികെ എത്തുന്നത്. സംഗതി തോൽവി എനിക്കാണെങ്കിലും അഭിനന്ദിക്കാതിരിക്കാനാവില്ല സുന്ദരി. കൊള്ളാം. ഈ പോരാട്ട വീര്യം എനിക്ക് നന്നായി ബോധിച്ചു. വീണ്ടും കളക്ടർ കസേരയിലെത്തിയ സുന്ദരിയുടെ മുന്നില് ആദ്യത്തെ നിവേദനം ഈ ഡയാനയുടേതാകുന്നതിൽ കുഴപ്പമില്ലല്ലോ മാഡം. നിവേദനങ്ങൾക്ക് ആദ്യത്തേതെന്നോ അവസാനത്തേതെന്നോ ഇല്ല ഡയാന. തരുന്ന ആളിന്റെ മെറിറ്റും ഞാൻ നോക്കാറില്ല. ഉന്നയിക്കുന്ന വിഷയത്തിനാണ് മെറിറ്റ്. അതെന്തായാലും അനുഭാവപൂർവം പരിഹരിച്ചിരിക്കും. ഉത്തമൻ സാറേ, അതിങ്ങ് തന്നേക്ക്.
ഞാൻ കളക്ടർ മാഡത്തിന്റെ കയ്യില് നേരിട്ട് കൊടുത്തോളാം എന്റെ പരാതി. ഓ, അപേക്ഷയ്ക്ക് മെറിറ്റുണ്ട്, ജെനുവിനാണ്. ക്രിസ്റ്റി ആൻഡ് ഡയാന ഗ്രൂപ്പിന്റെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയെ ഒന്ന് ഫ്രീ ആക്കി തരണം. അതാണ് അപേക്ഷയുടെ മെയിൻ കണ്ടന്റ്. അപ്പൊ അതാണ് കാര്യം അല്ലേ? എന്താ ഈ ആപ്ലിക്കേഷൻ ന്യായമല്ലെന്ന് തോന്നുന്നുണ്ടോ മാഡത്തിന്? നോ, നെവർ. ഡയാന പറഞ്ഞതുപോലെ ജെനുവിനാണ്. ക്രിസ്റ്റിക്കും ഡയാനയ്ക്കും അവരുടെ കമ്പനിയെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്താനും പടർന്ന് പന്തലിപ്പിച്ച് ഒരു പ്രസ്ഥാനമാക്കി മാറ്റാനുമുള്ള ബേസിക് റൈറ്റ് ഉണ്ട്. അത് നിഷേധിക്കാൻ ഒരു കളക്ടർക്കും അധികാരമില്ല ഡയാന. എങ്കിൽ പിന്നെ അതൊന്ന് പരിഗണിച്ച് പാസ്സാക്കി തന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ പടർന്ന് പന്തളിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾക്ക് നടത്തായിരുന്നു. ഓ, ഞാനത് മറന്നു. ഡയാന ഇരിക്കണം, നമുക്ക് മുഖാമുഖം സംസാരിക്കാം. നിയമത്തിന്റെ വഴിയെ പോയാൽ കുരുക്കുകൾ ഒരുപാടുണ്ട്. ഊരിയെടുക്കാൻ അല്പം പ്രയാസവും. ഞാൻ അല്പം വഴിവിട്ട് സഞ്ചരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ ഡയാനയ്ക്ക്? ഒരു കോംപ്രമൈസ് എന്ന് വേണമെങ്കിൽ കരുതിക്കോളൂ. ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് ആ കസേരയിൽ അമർന്നിരിക്കുന്നത് എന്നെ കാണിച്ചൊരു ഷോ നടത്താൻ മാത്രമല്ലെന്ന് എനിക്കറിയാം. ഒരു കോംപ്രമൈസ് മണത്തിട്ട് തന്നെയാ ഞാൻ വന്നത്. അതേതായാലും നന്നായി മാഡം. അധികാരസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരും അധികാരത്തിലിരിക്കുന്നവരെ നിയന്ത്രിക്കുന്നവരും തമ്മില് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയെടുത്ത കൂടെ നിൽക്കുന്നവർക്കും പ്രയോജനമൊക്കെ ഉണ്ടാവും. അതാണ്, കൂടെ നിൽക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടണം. പറഞ്ഞോളൂ, എന്താ കണ്ടീഷൻ? ഞാൻ പറഞ്ഞ ഓർഡർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഉണ്ട് മാഡം. അതിങ്ങ് തന്നേക്ക്. ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയാനയുടെ 50% കമ്പനികളെയും ഫ്രീ ആക്കിക്കൊണ്ടുള്ള ഓർഡർ ആയത്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞു എന്ന് കരുതിയാ മതി. എന്റെ കണ്ടീഷൻസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, സുന്ദരിയുടെ ആഗ്രഹം കൊള്ളാം. സുന്ദരിയുടെ ആഗ്രഹമല്ലത്, ആവശ്യമാണ്. എന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ് അതിലുള്ളത്. ഒന്നും രണ്ടുമല്ല, 10 കോടി രൂപ ഞാൻ അടയ്ക്കണം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അത് 50% കമ്പനികൾക്ക് വേണ്ടി ഞാൻ വെക്കുന്നൊരു ഓഫർ. വിത്തിൻ 15 വർക്കിംഗ് ഡേയ്സ്, 15 ദിവസങ്ങൾക്കുള്ളിൽ 10 കോടി രൂപ നിങ്ങളുടെ കമ്പനി ഗവൺമെന്റിലേക്ക് തിരികെ അടച്ചിരിക്കണം. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ? 15 വർക്കിംഗ് ഡേയ്സ്, 10 crore, ഓക്കെ? അത് അടയ്ക്കാൻ സൗകര്യമില്ലെങ്കിലോ? അടയ്ക്കാൻ സൗകര്യമില്ലെങ്കിൽ നോ കോംപ്രമൈസ് ഡയാന. നോക്ക്, ഭാര്യയും ഭർത്താവിനെയും തൂക്കിയെടുത്ത് അകത്തിടിഞ്ഞ്. അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ? ഇപ്പൊ വേണേലും ഡയാനയും ക്രിസ്റ്റിയും അറസ്റ്റ് ചെയ്യിക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നത് പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ്. അത് തിരികെ കിട്ടിയാ ഇവിടുത്തെ പാവങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളെ പിടിച്ചകത്തിടുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് തോന്നി എനിക്ക്. അതല്ല, ഈ കോംപ്രമൈസിന് വഴങ്ങാൻ ഉദ്ദേശമില്ല എങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. ഉത്തമൻ സാറേ, ലത, വാ. പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. വെറുതെ സംസാരിച്ച സമയം കളയാൻ സുന്ദരിക്ക് ഉദ്ദേശമില്ല. പോട്ടെ. "15 working days, 10 crore. No compromise."
അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഞാൻ പൊക്കോളാന്ന്. കേക്കില്ല. വലിയ ഷോ കാണിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എന്നെ ഒഴിവാക്കി നീ പോയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്താ കൃത്യമായിട്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരുപക്ഷെ സുന്ദരി വിളിക്കുന്നത് ഒരു കോംപ്രമൈസിനാണെങ്കിൽ സുന്ദരിയെ വരുതിയിൽ കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് സ്വന്തം പേരിൽ കിട്ടണം. ആ ശ്രമമാ അട്ടർ ഫ്ലോപ്പായി എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തിനാ ക്രിസ്റ്റി ഇങ്ങനെ ലോ ലെവലിൽ ചിന്തിക്കുന്നേ? ക്രെഡിറ്റ് അടിച്ചെടുത്തിട്ട് ഇതിൽ എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാ? നേട്ടം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഈയിടെയായിട്ട് ഞാൻ നിന്റെ ഓരോ പെരുമാറ്റങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഡയാന. എന്നേക്കാൾ മുകളിലാണ് നിന്റെ ബ്രില്യൻസി എന്ന് തെളിയിക്കാൻ നടത്തുന്ന ചീപ്പ് പെർഫോമൻസ് നീ നടത്തുന്നത്.